السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. اللهم انفعنا بما علمتنا وعلمنا ما ينفعنا وزدنا علما نافعا. ഉസൂലു ദഅവത്തി സലഫിയ്യ എന്ന സലഫി ദഅവത്തിൻ്റെ അടിസ്ഥാനങ്ങൾ എന്ന ഗ്രന്ഥം അടിസ്ഥാനമാക്കിയുള്ള തുടർ പഠന ക്ലാസ്സിലാണ് നാം ഉള്ളത്. അല്ലാഹു നമ്മിൽ നിന്ന് കബൂലാക്കുമാറാവട്ടെ. കഴിഞ്ഞ ദിവസം ആമുഖം പറഞ്ഞു. ഗ്രന്ഥകർത്താവ് ഷെയ്ഖ് അബ്ദുസ്സലാം റഹിമത്തുള്ളാഹിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പരാമർശിച്ചു. ഒന്നാമത്തെ അസുൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിശദീകരിക്കുകയും ചെയ്തു. ഒന്നാമത്തെ അസുൽ ഓർമ്മയുണ്ടോ? ഇൽമു ശർഈ, ശർഈയായ അറിവിനുള്ള പ്രാധാന്യം സലഫികൾ നൽകുന്നു എന്നതാണ് ഒന്നാമത്തെ അസുൽ. ഇനി രണ്ടാമത്തെ അസുലാണ് നമുക്ക് ഇന്ന് പഠിക്കേണ്ടത്. അൽ അസ്ലു സാനി അൽ ഹിർസു അല തത്ബീഖിൽ അമലി ലിൽ ഇസ്ലാം. രണ്ടാമത്തെ ഒരു അസുല് അൽ ഹിർസു അല തത്ബീഖിൽ അമലി, ദീന് പ്രാവർത്തികമാക്കാനുള്ള അതിയായ താല്പര്യം. കേവലം ദഅവത്ത് മാത്രമല്ല, അല്ലെങ്കിൽ കേവലം അറിവ് മാത്രമല്ല, ഒരു കാര്യം ദീനിൽ ഉണ്ട് എന്ന് ബോധ്യമായി കഴിഞ്ഞാൽ അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം, അത് അപ്ലൈ ചെയ്യണം. അതിനുള്ള അതിയായ താല്പര്യം കാണിക്കുന്നവരാണ് യഥാർത്ഥ സലഫികൾ. കുറെ പഠിച്ചു പോവുക, അമൽ ചെയ്യാൻ ഇല്ല എന്നാണെങ്കിൽ സലഫികളുടെ മാർഗമല്ല. ആളുകളുടെ അഴിവത്തെടുത്തുക, നമ്മളതൊന്നും ജീവിതത്തിൽ ചെയ്യുന്നുമില്ല എന്നത് ശരിയായ സലഫി ആദർശം സ്വീകരിക്കുന്ന ആളുകളുടെ മാർഗമല്ല. അമലു തത്ബീഖുൽ അമലി, അമലിയായ തത്ബീഖ് ശരിക്ക് അപ്ലൈ ചെയ്യാനാണ്, പ്രാവർത്തികമാക്കുക. കർമ്മരംഗത്ത് ദീന് പ്രാവർത്തികമാക്കാനുള്ള ഹിർസ്, അതിയായ താല്പര്യം, അത്യാർത്തി, ആഗ്രഹം, അത് സലഫികളുടെ അസുലായിട്ടാണ് ഇദ്ദേഹം പഠിപ്പിക്കുന്നത്. അത് എല്ലാ മേഖലയിലും ബാധകമാണ് എന്നാണ്. ഹാദൽ ഹിർസു യശ്മലുൽ ഹിർസു അലൽ അമലി ബിൽ വാജിബാത്തി ശർഈയ്യ കസ്സലവാത്തിൽ ഖംസി വബിർരിൽ വാലിദൈനി വനഹ്വി ദാലിക കമാ യശ്മലു അയ്ദൻ അൽ ഹിർസു അലൽ അമലി ബിസ്സുന്നത്തി വഇഹ്യാഇഹാ ബൈനൻ നാസി മസ്തതഅൽ മുസ്ലിമു ഇലാ ദാലിക സബീല. പ്രാവർത്തികമാക്കുക എന്ന് പറയുമ്പോൾ നിർബന്ധമായ കാര്യങ്ങൾ മാത്രമല്ല അതിൽ വരുന്നത്. നിർബന്ധമായതും അതോടൊപ്പം സുന്നത്തായതും എല്ലാം ഒരു കാര്യം ദീനിലുണ്ട്, പുണ്യമാണ്, പ്രതിഫലാർഹമാണ് എന്ന് എപ്പോൾ ഒരാൾക്ക് മനസ്സിലാകുന്നുവോ അതോടുകൂടി അത് ജീവിതത്തിൽ പാലിക്കാൻ അവർ ശ്രമിക്കുന്നു. അപ്പോൾ ഫർളായ കാര്യങ്ങൾ, 5 നേരത്തെ നിസ്കാരം, മാതാപിതാക്കളോട് നല്ല നിലയ്ക്ക് വർത്തിക്കൽ തുടങ്ങിയ നിർബന്ധമായും ചെയ്യേണ്ട കാര്യങ്ങളും അതേപോലെ ഐച്ഛികമായി ചെയ്യേണ്ട കാര്യങ്ങളും, അത് രണ്ടും അവർ പ്രത്യേകമായി ശ്രദ്ധിക്കുന്നു. അതോടൊപ്പം അൽ ഹിർസു അലൽ അമലി ബിസ്സുന്ന, സുന്നത്ത് പ്രകാരം അമൽ ചെയ്യാനുള്ള അതിയായ ആഗ്രഹം അവർക്കുണ്ടാകും. വഇഹ്യാഇഹാ, ആ സുന്നത്ത് ജീവിപ്പിക്കാനും ബൈനന്നാസ്, ജനങ്ങൾക്കിടയിൽ സുന്നത്തിനെ ജീവിപ്പിക്കാൻ, നബിതങ്ങളുടെ മാർഗത്തെ പരമാവധി പ്രചരിപ്പിക്കാൻ, അത് ജീവിപ്പിക്കാൻ പരമാവധി അവർ പരിശ്രമിക്കുന്നു. സുന്നത്ത് നിസ്കാരങ്ങൾ, ബിത്തർ, ഖിയാമുൽ ലൈൽ,
ഖിയാമു തതവ്വുഅ്, മറ്റു ഐച്ഛികമായ നിസ്കാരങ്ങൾ, വൽ ഇൻഫാഖ്, ചെലവഴിക്കലുകൾ തുടങ്ങി ഈ രംഗത്ത് എന്തെല്ലാം നന്മകളുണ്ടോ ആ നന്മയൊക്കെ വലിയ താല്പര്യം അവർക്കുണ്ടാകും. അതാണ് സലഫുകളുടെ മാർഗം. സലഫികൾ എന്ന് പറഞ്ഞാൽ സലഫുകളുടെ മാർഗം സ്വീകരിക്കുന്നവരാണല്ലോ. സലഫുകൾ എന്ന് പറഞ്ഞാൽ സ്വഹാബിമാർ, താബിഉകൾ, തബഉ താബിഉകൾ ആണ് സലഫ്, മുൻഗാമികൾ. ഈ സമുദായത്തിന്റെ മുൻഗാമികൾ. നമ്മുടെ നേരെ മുൻഗാമിയല്ല. നമ്മുടെ മുൻഗാമി പറഞ്ഞാൽ വാപ്പാന്റെ വാപ്പ അങ്ങനെ പോവുക, അതല്ല. ഉമ്മത്തിന്റെ മുൻഗാമിയാണ് സലഫു ഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്തിന്റെ മുൻഗാമികൾ. അപ്പോൾ ഒന്നാമത്തെയും രണ്ടാമത്തെയും മൂന്നാമത്തെയും ഒക്കെ തലമുറകളാണ് ഈ ഉമ്മത്തിന്റെ മുൻഗാമികൾ. അവരുടെ മാർഗം സ്വീകരിക്കുന്നത് കൊണ്ടാണ് സലഫി എന്ന പേരുണ്ടാകുന്നത്. സലഫിന്റെ മാർഗം, സലഫുകളുടെ മാർഗം, മുൻഗാമികളുടെ മാർഗം സ്വീകരിച്ച് മുൻഗാമികൾ എന്താണോ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയത് അത് അതേപടി പ്രാവർത്തികമാക്കാൻ പരിശ്രമിക്കുന്നു എന്നതുകൊണ്ടാണ് സലഫികൾ എന്ന് പേര്. കാലം കൊണ്ട് നമ്മൾ ഖലഫാണെങ്കിലും ആദർശം കൊണ്ട് നമ്മളും സലഫിന്റെ കൂടെയാണ്. കാലം കൊണ്ട് നമ്മൾ എത്രയോ പിറകിലാണ്, 114 പിന്നിട്ടു. പക്ഷെ ആദർശം കൊണ്ട് നമ്മൾ സലഫുകളുടെ കൂടെയാണ്. അതാണ് സലഫികൾ എന്ന് പറഞ്ഞ ആ ഒരു ആയത്തിന്റെ പ്രാവർത്തിക രൂപമാണ്. അപ്പൊ സലഫു സ്വാലിഹികൾ അങ്ങനെയായിരുന്നു. ഒരു കാര്യം പഠിച്ചാൽ, ഒരു കാര്യം പഠിഞ്ഞാൽ, ഒരു കാര്യം ദീനാണെന്ന് മനസ്സിലായാൽ അത് അമൽ ചെയ്യൽ എന്ന് അവരുടെ പതിവായിരുന്നു. വെറുതെ പഠിച്ചു പോവുക എന്നുള്ളത് അവർക്കില്ല. വെറുതെ അങ്ങനെ കുറേ പഠിച്ചു പോവുക, അത് ജീവിതത്തിലൊന്നുമില്ല. അങ്ങനത്തെ രീതി സലഫുകൾക്ക് പരിചയമില്ല. അതിനാൽ ആ സലഫുകളുടെ മാർഗം സ്വീകരിക്കുന്നവർക്കും അത് പരിചയമുണ്ടാവാൻ പാടില്ല. അബൂ അബ്ദുറഹ്മാൻ സുലമി റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഹദ്ദസൂന അല്ലദീന കാനൂ യുഖ്രിഊനന അൽ ഖുർആൻ. ഞങ്ങൾക്ക് ഖുർആൻ പഠിപ്പിച്ചവർ അഥവാ സ്വഹാബിമാർ, ഞങ്ങൾക്ക് ഖുർആൻ പഠിപ്പിച്ചു തന്ന സ്വഹാബിമാർ അവർ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. എന്തു പറഞ്ഞിട്ടുണ്ട്? അന്നഹും കാനൂ യസ്തഖരിഊന മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവർ അല്ലാഹുവിന്റെ റസൂലിൽ നിന്ന് ഖുർആൻ കേട്ട് ഓതി പഠിക്കുമായിരുന്നു. നബിയോട് ചോദിച്ച് നബി ഓതിക്കൊടുത്ത് അങ്ങനെ ഞങ്ങൾ നബിയിൽ നിന്ന് പഠിക്കുമായിരുന്നു. പക്ഷേ ഫകാനു ഇദാ തഅല്ലമു അശ്റ ആയാതിൻ ലം യുഖല്ലിഫൂഹാ ഹത്താ യഅമലു ബിമാ ഫീഹാ മിനൽ അമലി. പക്ഷെ അന്ന് അവർ ചെയ്തിരുന്ന പണി 10 ആയത്ത് നബിയിൽ നിന്ന് ചോദിച്ച് കേട്ട് അവർ പഠിക്കും. അത് പഠിച്ചു കഴിഞ്ഞാൽ ആ 10 ആയത്ത് അവർ ജീവിതത്തിൽ അമലാക്കി മാറ്റും. ശേഷം മാത്രമാണ് അടുത്ത ആയത്തിലേക്ക് ഞങ്ങൾ പോകാറുള്ളത്. 10 ആയത്ത് പഠിക്കും, അത് അമല ചെയ്യും, ശേഷം അടുത്ത 10ലേക്ക് ഞങ്ങൾ പോകും. അതിനാൽ ഫതഅല്ലംനൽ ഖുർആന വൽ അമല ജമീഅ. ഞങ്ങൾ ഖുർആൻ പഠിഞ്ഞു, അതിനെ കൂടെ തന്നെ അമൽ ചെയ്യാനും പഠിഞ്ഞു. വെറുതെ ഒരു ഖുർആൻ പഠിച്ചു പോവുക എന്നത് അവർക്ക് പരിചയമില്ല എന്നർത്ഥം. 10 ആയത്ത് പഠിക്കുന്നു, അത് പ്രാവർത്തികമാക്കുന്നു. അടുത്ത 10 ആയത്ത് പഠിക്കുന്നു, അത് പ്രാവർത്തികമാക്കുന്നു. അങ്ങനെ പഠിച്ചതെല്ലാം അമൽ ചെയ്യുക എന്നതാണ് സലഫുകളുടെ മുൻഗാമികളുടെ രീതിശാസ്ത്രം, അവരുടെ മൻഹജ്. ഫഹാദാ ഹുവ മൻഹജു സലഫ് റഹ്മത്തുള്ളാഹി അലൈഹിം അജ്മഈൻ. ഇതാണ് സലഫുകളുടെ മൻഹജ്, അവരുടെ രീതിശാസ്ത്രം. അതാണ് ദീന് പഠിക്കുക, ആ പഠിച്ചത് പ്രാവർത്തികമാക്കുക. അല്ലാതെ കേവലമായ ഒരു പഠനം എന്നത് അവർക്ക് ഉണ്ടായിരുന്നില്ല. യുഖ്രിനുൽ ഇൽമ ബിൽ അമലി. അവർ ഇൽമിനെ അമലുമായി ചേർക്കാറുണ്ട്. ലിഅന്നൽ അമല ബിൽ ഇൽമി യുഖല്ലിസു മിനൽ വഈദി ശദീദി അൽ മുതറത്തിബി അലാ തർക്കിൽ അമലിൽ വാജിബ്. ഒരു കാര്യം പഠിച്ചിട്ട് അത് പ്രാവർത്തികമാക്കി കഴിഞ്ഞാൽ അല്ലാത്തവർക്കുള്ള താക്കീത്, ആ താക്കീത് രക്ഷപ്പെടാം. അല്ലാഹു പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനൂ ലിമ തഖൂലൂന മാ ലാ തഫ്അലൂൻ കബറ മഖ്തൻ ഇൻദല്ലാഹി അൻ തഖൂലൂ മാ ലാ തഫ്അലൂൻ. എന്തിനാണ് നിങ്ങൾ ചെയ്യാത്ത കാര്യം പറയുന്നത്? റബ്ബിന് ഏറ്റവും വെറുപ്പുള്ള കാര്യമാണ് ചെയ്യാത്ത കാര്യം പറയൽ എന്ന് അല്ലാഹു ഖുർആനിൽ പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഒരു കാര്യം പഠിച്ചു, അത് അമൽ ചെയ്യുന്നു, എന്നിട്ടാണ് അത് ആളുകൾക്ക് പഠിപ്പിക്കേണ്ടത്. അല്ലാതെ കേവലം പഠനവും പഠിപ്പിക്കലും മാത്രമായി കഴിഞ്ഞാൽ ഈ താക്കീത് അവർക്കും ബാധകമാണ്. ആ പേടി സ്വാഭാവികമായും ശരിയായ വിശ്വാസികൾക്ക് ഉണ്ടാകണം. അതുകൊണ്ട് സലഫുകൾ അത് അമൽ ചെയ്തു. ആ സലഫുകളുടെ മാർഗം സ്വീകരിക്കുന്നവരും ഖിയാമത്ത് വരെ
അങ്ങനെ തന്നെയാണ് പോകേണ്ടത്. മാത്രവുമല്ല അന്നൽ അമല ബിൽ ഇൽമി ഫീഹി ഇൻതികാസുൻ അൻ സിഫത്തിൽ മംഖൂത അല്ലതി വസഫ അല്ലാഹു ബിഹാ അൽ യഹൂദ്. അല്ലാഹു തആല ജൂതന്മാരെ കുറിച്ച് വളരെ മോശമായ ഒരു വിശേഷണം ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. അഥവാ മസലുൽ ലദീന ഹുമ്മിലു തൗറാത സുമ്മ ലം യഹ്മിലുഹാ കമസലിൽ ഹിമാരി യഹ്മിലു അസ്ഫാറ. വേദഗ്രന്ഥം വഹിപ്പിക്കപ്പെടുകയും എന്നിട്ട് വഹിക്കാതിരിക്കുകയും ചെയ്ത ആളുകൾ അവർ ഗ്രന്ഥം പേറുന്ന കഴുതകളെ പോലെയാകുന്നു എന്ന് ഖുർആനിൽ പറഞ്ഞു. തൗറാത്ത് അവർക്ക് ലഭിച്ചു, ഇഞ്ചീൽ ലഭിച്ചു, പക്ഷെ അതുപ്രകാരം ജീവിക്കാൻ അവർ തയ്യാറായില്ല. അവർ ഗ്രന്ഥം ചുമക്കുന്ന കഴുതകളെ പോലെയാണ് എന്നുള്ള പറഞ്ഞു. അപ്പൊ അതിനു നേരെ എതിരാവുക, അവരെ പറ്റി പറഞ്ഞ ആ മോശമായ ശീലമല്ല ഖുർആന്റെ ആളുകൾക്ക് വേണ്ടത്. നമുക്ക് വേണ്ടത് നേരെ തിരിച്ചാണ്. അതുകൊണ്ട് അമൽ ചെയ്യുക എന്നത് അതിനെതിരായ നല്ല ശീലം ശീലിക്കലുമാകുന്നു. അതുകൊണ്ട് തന്നെ ഒരു കാര്യം പഠിക്കുമ്പോൾ അതുകൊണ്ട് ലക്ഷ്യമാക്കേണ്ടത് അത് അമൽ ചെയ്യുക എന്നതിലേക്ക് തന്നെയാണ്. അല്ല വെറുതെ പഠിക്കുക എന്നുള്ള ഒരാളുടെ ലക്ഷ്യമായി ഉണ്ടായിക്കൂടാ. ഫുദൈൽ ഇബ്നു ഇയാദ് റഹിമഹുല്ലാഹ് പറയുന്നു, ലാ യസാലുൽ ആലിമു ജാഹിലൻ ബിമാ അലിമ ഹത്താ യഅമല ബിഹി. ഒരു ആലിമ് അതുപ്രകാരം അമൽ ചെയ്യാത്ത കാലത്തോളം അയാൾ ജാഹിലാണ്. ഒരു കാര്യം പഠിച്ചു, നമ്മളൊക്കെ പറയും അയാൾ വലിയ ആലിമാണ്. പക്ഷെ ഫുദൈൽ ഇബ്നു ഇയാദ് പറയാണ്, അയാൾ ആലിം ആകണമെങ്കിൽ ആ പഠിച്ച കാര്യപ്രകാരം അയാൾ അമൽ ചെയ്യണം. ആ അമൽ ചെയ്യുന്നില്ലെങ്കിൽ ലാ യസാലുൽ ആലിമു ജാഹില, ആലിം ജാഹിൽ തന്നെയാണ്. ഹത്താ യഅമല ബിഹി, അതുപ്രകാരം അമൽ ചെയ്യുന്നത് വരെ. ഫഇദാ അമില ബിഹി കാന ആലിമ, അത് അമൽ ചെയ്താൽ അയാൾ ആലിമായി. പഠിച്ച കാര്യം പ്രാവർത്തികമാക്കുന്നുവെങ്കിൽ അയാൾ ആലിമായി, ഇല്ലെങ്കിൽ അയാൾ ആലിമല്ല. താബിഈയായ ഫുദൈൽ ഇബ്നു ഇയാദ് റഹിമഹുല്ലാഹ് അന്ന് പഠിപ്പിച്ച ആശയമാണ്. അതുകൊണ്ട് തന്നെ സലഫി ദഅവത്തിന്റെ പ്രധാനപ്പെട്ട അസുലാണ് പഠിച്ച കാര്യം, പറയുന്ന കാര്യം അത് ജീവിതത്തിൽ പാലിക്കുക. ഫദ്ദഅവത്തു സലഫിയ്യ തുഅനാ ബിഹാദൽ അസ്ലി ഔ തുഅനി ബിഹാദൽ അസ്ലി വതർആഹു. ഈ അസ്ൽ പ്രത്യേകമായി ശ്രദ്ധിക്കുന്നതാണ് സലഫി ദഅവത്ത്. വതഹുസ്സുൻ നാസ അലൽ ഇൻശിഗാലി ബിഹി, അതുപ്രകാരം ജീവിതത്തെ പ്രാവർത്തികമാക്കാൻ അവർ ജനങ്ങളെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു. അല്ലാതെ അമല് കൊണ്ട് വ്യാപൃതമാവാതെ കേവലമായ ഇൽമു കൊണ്ട് വ്യാപൃതമാവുക എന്നത് പ്രത്യേകിച്ച് കാര്യമൊന്നും ഇല്ല. അതിനാൽ അമലിലേക്ക് ആളുകളെ പ്രേരിപ്പിക്കുക എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഇന്നൊരു ശൈഖ് റഹിമഹുല്ലാഹ് പറയാണ്, ഇന്നത്തെ നമ്മുടെ ആളുകൾ ലൗ അന്ന ശബാബന, നമ്മുടെ ഇപ്പോഴത്തെ യുവാക്കൾ, നമ്മുടെ ശബാബ്, അവരൊക്കെ ഈ അസ്ലു പ്രകാരം ശരിയാം വണ്ണം അവർ പ്രവർത്തിച്ചിരുന്നുവെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങളിൽ നിന്ന് അവർക്ക് രക്ഷപ്പെടാമായിരുന്നു. അതില്ലാത്തതാണ് ഇന്നുള്ള പ്രത്യേകമുള്ള പ്രശ്നങ്ങൾ. ഇന്ന് മറ്റു പലതിൻ്റെയും പിന്നാലെയാണ് ആളുകൾ പോകുന്നത്. സിയാസത്തിന്റെ, രാഷ്ട്രീയത്തിന്റെ പിന്നാലെ, മറ്റു പല അനാവശ്യമായ കാര്യങ്ങളുടെ പിന്നാലെ, നമുക്ക് അത്യാവശ്യമില്ലാത്ത കാര്യങ്ങളുടെ പിന്നാലെ ഒക്കെ പോയി സമയം കളയുകയാണ് ഇന്ന് പലപ്പോഴും നമ്മുടെ ചെറുപ്പക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരൊക്കെ ഇതിൽ പ്രാവർത്തികമാക്കുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നതാണ്. എന്നാൽ അദ്ദേഹം ആ കാര്യങ്ങൾ അത് മതവിദ്യാർത്ഥികളല്ല ചെയ്യേണ്ടത്. അത് ചെയ്യേണ്ട ആളുകൾ ഉണ്ടാവും. അത് രാജ്യം ഭരിക്കുന്ന ആളുകൾ, അവരുടെ സഹായികളായ ആളുകൾ, അവർ പ്രത്യേകമായി ചുമതല ഏൽപ്പിച്ച ആളുകൾ, അവർ ചെയ്യേണ്ട പണി അവരെടുത്തോട്ടെ. അല്ലാതെ ദീനു പഠിക്കുന്ന ആളുകൾ ആ പഠിച്ച പ്രകാരം അമൽ ചെയ്യാനൊന്നും സമയമില്ലാതെ ഇതിന് പിന്നാലെ പോയിട്ടുണ്ടെങ്കിൽ അത് വലിയ നഷ്ടമാണ്. അവരുടെ സമയം അതുവഴി പാഴായി പോവുകയാണ് ചെയ്യുന്നത്. ഇത്തരം ചില കാര്യങ്ങളുടെ പിന്നാലെ പോവുക വഴി വലിയ നഷ്ടം അവർക്ക് ഉണ്ടായിത്തീരുന്നുണ്ട് എന്ന് അദ്ദേഹത്തിന്റെ കാലത്തുണ്ടായ, സൗദി അറേബ്യയിലൊക്കെ അദ്ദേഹം കണ്ട ചില തെറ്റായ ശീലങ്ങളെ കൂടി ഇവിടെ ഉദാഹരണമായി എടുത്തു പറഞ്ഞുകൊണ്ട് തന്നെയാണ് അദ്ദേഹം അവിടെ ആ കാര്യം പറയുന്നത്. അതുകൊണ്ട് എപ്പോഴും നമ്മൾ മസ്ഊലാകേണ്ടത് നമുക്ക് ഫായിദയുള്ള, പ്രയോജനമുള്ള കാര്യങ്ങളിലാണ്. ഒരു പ്രയോജനമില്ലാത്ത കാര്യങ്ങളെ പിന്നാലെ പോവുക എന്നുള്ളത് അത് വലിയ ഖേദമുണ്ടാക്കും, വമ്പൻ നഷ്ടമുണ്ടാക്കും, ഒരുപാട് പ്രതിഫലവും ഒരുപാട് ഖൈറും നഷ്ടപ്പെടാൻ വരെ അത് കാരണമായി മാറും എന്നുകൂടി അദ്ദേഹം പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നു. അപ്പൊ ഒന്നാമത്തെ അസ്ല് ശർഈയായ ഇൽമിന് പ്രാധാന്യം നൽകുക. രണ്ടാമത്തെ അസ്ല്
ആ പഠിച്ചത് പ്രകാരം അമൽ ചെയ്യുക. മൂന്നാമത്തെ അസ്ല് അദ്ദഅവതു ഇലല്ലാഹി തആല അലാ ബസീറ. അദ്ദഅവതു ഇലല്ലാഹ്, അല്ലാഹുവിലേക്കുള്ള ദഅവത്ത്, ക്ഷണം, അലാ ബസീറ, ശരിയായ ബസീറത്തോടു കൂടി, ഉൾക്കാഴ്ചയോടുകൂടി, അല്ലെങ്കിൽ പ്രമാണമടിസ്ഥാനമാക്കിയുള്ള ദഅവത്താണ് അവർ നിർവഹിക്കുക. ഇദാ മന്നല്ലാഹു തആല അലൽ മുസ്ലിമി ബിൽ ഇൽമി വൽ അമൽ, ഒരു മുസ്ലിമിന് ഇൽമിനും അമലിനും അനുഗ്രഹം ലഭിച്ചു കഴിഞ്ഞാൽ, ഇൽമ പഠിക്കാൻ കഴിഞ്ഞു, അത് അമൽ ചെയ്യാനും കഴിഞ്ഞു എങ്കിൽ അടുത്ത ഘട്ടം ഫഅലൈഹി യുബാദിറ ഇലാ ഈസാലി ഹാദൽ ഖൈരി ലിന്നാസ്, ആ ഖൈറ് ജനങ്ങൾക്ക് നൽകാൻ കൂടി അവൻ താല്പര്യം കാണിക്കണം. ആദ്യം തന്നെ ആളുകളെ പഠിപ്പിക്കാനില്ല, ദഅവത്ത് നടത്താൻ വേണ്ടിയല്ല ഇൽമ പഠിക്കേണ്ടത്. ഇൽമ പഠിക്കേണ്ടത് ആളുകൾ ദഅവത്ത് നടത്താനല്ല, ഇൽമ പഠിക്കേണ്ടത് നമുക്ക് ഇൽമുണ്ടാവാൻ, അത് പ്രകാരം നമ്മൾ അമൽ ചെയ്യാൻ. അത് രണ്ടും ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ബാധ്യതയാണ് ജനങ്ങൾക്കത് പകർന്നു കൊടുക്കുക. പലപ്പോഴും നമ്മളൊക്കെ പറ്റുന്നൊരു അബദ്ധം അവിടെയാണ്. നമ്മളൊക്കെ വായിക്കലെപ്പോഴ ഒരു പ്രസംഗം ഏറ്റാൽ അതിനു വേണ്ടി വായിക്കും. അപ്പം ഞങ്ങളൊക്കെ ഒരു മുഖാമുഖം ഏറ്റാൽ അതിനു വേണ്ടി കുറേ വായിക്കും. ഒരു സംവാദം ഉണ്ടെങ്കിൽ അതിനു വേണ്ടി കുറേ വായിക്കും. അതിനപ്പുറത്ത് നമുക്ക് അറിവുണ്ടാകാൻ വേണ്ടി വായിക്കുക എന്നതിൽ നിന്ന് ഏതാണ്ട് ആളുകളൊക്കെ പിറകോട്ട് പോകുന്നുണ്ട്. അതൊരു പലപ്പോഴും അത് ലക്ഷ്യമായി മാറുന്നില്ല. ഒരു ക്ലാസ് എടുക്കാനോ പ്രസംഗിക്കാനോ ഒക്കെ ഉണ്ടാകുമ്പോഴാണ്, ഖുത്ബയ്ക്ക് വേണ്ടി ഒക്കെയാണ് ആളുകൾ വായിക്കൽ. അല്ല, എൻ്റെ അറിവ് വർദ്ധിപ്പിക്കണം എന്ന ലക്ഷ്യത്തിൽ വായിക്കുന്ന ആളുകൾ ഇന്ന് വളരെ വളരെ തുച്ഛമാണ് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. അപ്പം ഇൽമ വേണം, ആ ഇൽമ പ്രകാരം അമൽ ചെയ്യുകയും വേണം. ഇത് രണ്ടിനും തൗഫീഖ് ലഭിച്ചാൽ പിന്നെ ചെയ്യേണ്ട പണിയാണ് ദഅവത്ത്. അല്ലാതെ നമ്മൾ പ്രവർത്തിക്കാക്കാണ് സംഗതി കേട്ടു വേഗം അതാണ്ട് ഷെയർ ചെയ്യുക, അതല്ല. അത് വേഗം എല്ലാ ഗ്രൂപ്പിലും ഷെയർ ചെയ്തു നമ്മളെ പണി കഴിഞ്ഞു, അത് പറ്റില്ല. നമ്മളത് പ്രാവർത്തികമാക്കിയിട്ട് വേണം ദഅവത്ത് നടത്താൻ. അപ്പം ഇത് രണ്ടിനും തൗഫീഖ് ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ അവന് ബാധ്യതയാണ് ജനങ്ങളിലേക്ക് ആ ഖൈറ് എത്തിക്കുക, അവരോട് ഗുണകാംക്ഷ കാണിക്കുക, അവർക്ക് ആ മാർഗത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുക എന്നത്. നബി ഞങ്ങൾ പറയാൻ അല്ലാഹു തആല ആവശ്യപ്പെട്ടു, ഖുൽ ഹാദിഹി സബീലി അദ്ഉ ഇലല്ലാഹ് അലാ ബസീറത്തിൻ അന വമൻ ഇത്തബഅനി. കഴിഞ്ഞ ക്ലാസ്സിൽ ആവർത്തിച്ച് പറഞ്ഞ ആയത്താണ്. നബിയെ താങ്കൾ പറയണം, ഹാദിഹി സബീലി, ഇതാകുന്നു എൻ്റെ മാർഗം, അദ്ഉ ഇലല്ലാഹ്, ഞാൻ ക്ഷണിക്കുന്നത് അല്ലാഹുവിലേക്കാണ്, അലാ ബസീറത്തിൻ, ബസീറത്തോടു കൂടിയാണ് എൻ്റെ ക്ഷണം. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ ബസീറത്ത് എന്ന് പറഞ്ഞാൽ ഇൽമ് എന്നർത്ഥമുണ്ട്. അതിന് ശരിയായ അറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ദഅവത്ത് നടത്തുന്നത്. ഞാൻ മാത്രമല്ല, അന വമൻ ഇത്തബഅനി, ഞാനും എന്നെ പിന്തുടർന്നവരും. ഒന്നാമത്തെ ദാഴി നബിതങ്ങൾ, ബാക്കി ദാഴിമാരൊക്കെ നബിയെ പിൻപറ്റി ദഅവത്ത് നടത്തുന്നവർ. അപ്പം നബിയുടെയും പ്രത്യേകത, നബിയെ പിൻപറ്റുന്ന ദാഴിമാരുടെയും പ്രത്യേകത അദ്ഉ ഇലല്ലാഹി അലാ ബസീറ, ബസീറത്തോടു കൂടിയാണ് അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്നത്. മറ്റൊരു ആയത്ത് അല്ലാഹു പറഞ്ഞു, വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദഅ ഇലല്ലാഹി വഅമില സ്വാലിഹൻ വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ. അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്നവനേക്കാളും ഏറ്റവും നല്ല വാക്ക് പറയുന്നവൻ മറ്റാരുണ്ട്? അതിനെ കൂടെ അല്ലാഹു പറഞ്ഞു വഅമില സ്വാലിഹൻ, ദഅവത്ത് മാത്രമല്ല വഅമില സ്വാലിഹൻ, സ്വാലിഹായത് പ്രവർത്തിക്കുകയും ചെയ്യുന്നവനേക്കാൾ. വെറും ദഅവത്തല്ല, അമല് കൂടി ഉണ്ടാവേണ്ടതുണ്ട്. അങ്ങനെ ഒരാൾ ചെയ്യുകയാണെങ്കിലോ വലിയ പ്രതിഫലം അതുവഴി ലഭിക്കുകയും ചെയ്യും. കണക്കില്ലാത്ത കൂലിയാണ് ലഭിക്കുക. കാരണം ഫഇന്ന ദാഇയ ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് ക്ഷണിക്കുന്ന ഒരാൾ ലഹു മിസ്ലു അജ്രി മൻ തബിഅഹു ഫിൽ ഖൈർ, ഖൈറിൽ ആരെല്ലാം പിൻപറ്റിയോ അവിടൊക്കെ കൂലി ഇവൻ ലഭിക്കും. മിൻ ഗൈരി അൻ യൻഖുസ മിൻ ഉജൂരിഹിം ഷൈഅ, അവരുടെ കൂലി ഒന്നും കുറയുകയുമില്ല. ആൾക്ക് നന്മ പറഞ്ഞു കൊടുത്തു, അതൊരാൾ ചെയ്തു എങ്കിൽ ആ ചെയ്തവന് കിട്ടുന്ന അതേ കൂലി ഇതെത്തിച്ച ആൾക്കും ലഭിക്കും. അങ്ങനെ നോക്കുമ്പോൾ ദാഇയെ സംബന്ധിച്ച് വലിയ പ്രതിഫലം നേടാൻ കഴിയും. ഒരു ഖുത്ബ നടത്തിയാൽ, ഒരു ക്ലാസ് എടുത്താൽ, ഒരു ഉപദേശം നൽകിയാൽ എത്ര മനുഷ്യന്മാർക്ക് എത്തുക. പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് റെക്കോർഡിംഗ് ഉണ്ട്, യൂട്യൂബ് ഉണ്ട്, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളുണ്ട്. ഒരു പക്ഷേ പതിറ്റാണ്ടുകൾ അതങ്ങനെ പ്രചരിച്ചു പോയിക്കോളും. അതൊക്കെ ഇഖ്ലാസ് ഉണ്ടെങ്കിൽ, നിയ്യത്ത് ശരിയാണെങ്കിൽ കണക്കില്ലാത്ത പ്രതിഫലം കിട്ടാൻ അതൊക്കെ നിമിത്തമാണ്. അതുകൊണ്ടാണ് വലിയ പ്രതിഫലം. നബി തങ്ങൾ പറഞ്ഞു, ലഅൻ യഹ്ദിയല്ലാഹു ബിക റജുലൻ വാഹിദ
ഖൈറുൽ ലക മിൻ ഹുംരിൻ നഅം. അലി അബി ത്വാലിബിനോട് നബി ഞങ്ങൾ പറഞ്ഞ വചനമാണ്. അലി റളിയല്ലാഹു അൻഹു യുദ്ധത്തിന് പറഞ്ഞേക്കുമ്പോൾ, ഖൈബറിലേക്ക് പറഞ്ഞേക്കുമ്പോൾ, ഖൈബർ യുദ്ധത്തിന്റെ തലേന്ന് രാത്രി നബി ഞങ്ങൾ പറഞ്ഞു, നാളെ രാവിലെ ഞാൻ ഈ പതാക ഒരാളെ ഏൽപ്പിക്കും. നാളെ ഖൈബർ യുദ്ധമാണെങ്കിൽ ഇന്നു രാത്രി ടെന്റിൽ എല്ലാവരും വന്ന് എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി റെഡിയായി, നാളെ ആരാണ് മുമ്പിൽ നിന്ന് നയിക്കുക, ആരാണ് പതാക വഹിക്കുക എന്നത് തീരുമാനിച്ചിട്ടില്ല. രാത്രി നബി തങ്ങൾ പറഞ്ഞു, നാളെ ഞാൻ ഈ പതാക ഒരാൾക്ക് നൽകും. യുഹിബ്ബുല്ലാഹ വറസൂല വയുഹിബ്ബുഹുല്ലാഹു വറസൂലു. അയാളുടെ പ്രത്യേകത, അയാൾ അള്ളാഹിനെ സ്നേഹിക്കുന്ന ആളാണ്, റസൂലിനെയും സ്നേഹിക്കുന്ന ആളാണ്, അള്ളാഹും റസൂലും അയാളെയും സ്നേഹിക്കുന്നുണ്ട്. അങ്ങനത്തെ ഒരാൾക്ക് ഞാൻ നാളെ പതാക നൽകും എന്ന് നബി തങ്ങൾ പറഞ്ഞു. സ്വഹാബികൾ പറഞ്ഞു, ഞങ്ങൾക്കന്ന് ഉറക്കം വന്നില്ല. കാരണം ആ പതാക കിട്ടിക്കഴിഞ്ഞാൽ അത് വലിയ അംഗീകാരമാണ്. അവർക്ക് പറഞ്ഞ യോഗ്യത എന്താണ്? ഒരു അള്ളാഹും റസൂലിനെ സ്നേഹിക്കുന്നുണ്ട്, അള്ളാഹും റസൂലും അവരെയും സ്നേഹിക്കുന്നതാണ്. അത് ചെറിയ കാര്യമല്ല. അപ്പൊ എനിക്ക് കിട്ടണമെന്ന ആഗ്രഹത്തിൽ എല്ലാവരും കാത്തിരുന്നു. രാവിലെ എല്ലാവരും നേരത്തെ നബിൻ്റെ അടുത്തേക്ക് വന്നു. ആർക്കായിരിക്കും ഈ ഭാഗ്യം കിട്ടുക എന്നുള്ള ആവേശത്തെ എല്ലാവരും വന്നു. എന്നെ വിളിക്കുമോ, എനിക്ക് നൽകുമോ എന്ന ആ ഒരു താല്പര്യത്തിലാണ് നിൽക്കുമ്പോൾ നബി തങ്ങൾ ചോദിച്ചു, അയ്ന അലി, അലി എവിടെ? ചോദിച്ചു. അലിയെ കാണുന്നില്ല. അപ്പൊ അതിന് കണ്ണിന് സുഖമില്ലാത്തതുകൊണ്ട് അദ്ദേഹം അവിടെ ടെന്റിൽ തന്നെ അവിടെ കൂടിയിരിക്കുകയാണ്. എവിടത്തേക്ക് എത്തിയിട്ടില്ല, കണ്ണിന് സുഖമില്ല. അപ്പൊ സ്വഹാബത്തോട് അലിക്ക് കണ്ണിന് ചില അസുഖമുണ്ട്, അതുകൊണ്ട് അവിടെ ഉണ്ട് എന്നാ വരാൻ പറയാറ്. വന്നു. നബി തങ്ങൾ തന്നെ തുപ്പുനീരെടുത്ത് പുരട്ടി നബി തങ്ങൾ ദുആ ചെയ്തു. കണ്ണിന് ആ രോഗം പൂർണ്ണമായും സുഖപ്പെട്ടു. എന്നിട്ട് പതാക കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഹദീസാണിത്. അത് ചെന്ന ശേഷം നബി തങ്ങൾ പറഞ്ഞു, നീ പോവുക, നയിച്ചുകൊണ്ട് മുമ്പിൽ പോവുക. അവിടെ ചെന്ന് ഇറങ്ങിയാൽ ആദ്യമേ യുദ്ധം ചെയ്യുകയല്ല വേണ്ടത്, അവരിനെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുക. യുദ്ധം ചെയ്യാന്ന് ധാരാളം കൊല്ലലല്ലോ ആവശ്യം. അവർ ഇസ്ലാമിലേക്ക് ക്ഷണിക്കും. എന്നിട്ട് പറഞ്ഞു, നീ കാരണമായി അല്ലാഹു തആല ഒരാൾക്ക് ഹിദായത്ത് നൽകുകയാണെങ്കിൽ അതാണ് ചുവന്ന ഒട്ടകം ലഭിക്കുന്നതിനേക്കാൾ നിനക്ക് ഖൈറായത്. അന്നത്തെ ഏറ്റവും മുന്തിയ സമ്പത്താണ് ചുവന്ന ഒട്ടകം. അത് ഇന്നും അറബികൾ സമ്പത്തിന്റെ പര്യായമായി പറയൽ ചുവന്നൊട്ടകാണ്. ഒരാൾക്ക് അയാൾ വലിയ സമ്പന്നനാണെന്ന് പറയാം, നമ്മളൊക്കെ പറയോ കോടീശ്വരനാണെന്നൊക്കെ പറയും. അത് പഴയകാലത്തെ പ്രയോഗമാണ്. പഴയകാലത്ത് കോടി ഉണ്ടെങ്കിൽ ഈശ്വരനായി, അതാ കോടീശ്വരൻ എന്നത്. ലക്ഷം ഉണ്ടെങ്കിൽ പ്രഭുവായി, കോടി ഉണ്ടെങ്കിൽ ഈശ്വരനായി. അതാണ് പഴയകാലത്തെ കൺസെപ്റ്റ്. ഇന്നിപ്പോൾ അത് അവിടേക്ക് വിട്ടു. ഇന്ന് കോടിക്കും വിലയില്ല. ആവട്ടെ. അപ്പൊ എന്നതുപോലെ അന്ന് വലിയ സമ്പത്തിന് വേണ്ടി പര്യായമായി ഉപയോഗിക്കുന്ന പദമാണ് ചുവന്നൊട്ടകം. അയാൾക്ക് ചുവന്നൊട്ടകം ഉണ്ട് പറഞ്ഞാൽ പിന്നെ ഞാൻ എപ്പുറത്ത് വളർന്നില്ല. അതാണ് നബി തങ്ങൾ ഇവിടെ പറഞ്ഞത്, നീ കാരണമായി ഒരാൾക്കുള്ള ഹിദായത്ത് കൊടുക്കുകയാണെങ്കിൽ ചുവന്ന ഒട്ടകം ലഭിക്കുന്നതിനേക്കാൾ നിനക്കത് ഖൈറാകുന്നു. ദഅ്വ രംഗത്തേക്ക് ഇറങ്ങാൻ നമുക്ക് എല്ലാവർക്കും പ്രചോദനമേകേണ്ട ഹദീസാണിത്. എന്തിനാണ് നമ്മൾ ദഅ്വത്ത്? എന്തിനാണ് നോട്ടീസ് ഒട്ടിക്കുന്നത്? എന്തിനാണ് വഅദ് സംഘടിപ്പിക്കുന്നത്? എന്തിനാ സ്കോഡ് വർക്കിന് പോണത്? എന്തിനാ മനുഷ്യന്മാരെ വിളിച്ചൂട്ടി കൊണ്ടുവന്നിട്ട് അവർക്ക് ഇഷ്ടമില്ലാഞ്ഞിട്ട് കൂടി ഈ തൗഹീദ് പറഞ്ഞു കൊടുക്കുന്നത്? ഒരാൾക്ക് വെളിച്ചം കിട്ടിയാൽ നേടാൻ കഴിയുന്ന ഏറ്റവും വലിയ സമ്പാദ്യം അതാണ്. എന്നിട്ട് ഇവിടെ ശൈഖ് പ്രത്യേകമായി ഒരു പോയിന്റ് പറയുന്നു. ചില ആളുകൾ ഇത് വെച്ചുകൊണ്ട് പറയും, എല്ലാ ലക്ഷണമൊത്ത് വലിയ ആലിമായിട്ട് ദഅ്വത്ത് നടത്താൻ പാടുള്ളൂ പറയും. അല്ലാതെ പാടില്ല. എല്ലാം തികഞ്ഞ വലിയ ആലിമായിട്ട് മാത്രമേ ദഅ്വത്ത് നടത്താൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് ദഅ്വത്ത് നടത്തുന്ന പല മനുഷ്യന്മാരും അയാൾക്ക് ഇൽമില്ല, ഇയാൾക്ക് ഇൽമില്ല, അയാൾ ദഅ്വത്ത് നടത്താൻ പറ്റൂല, അയാളെ ക്ലാസ് കേൾക്കാൻ പറ്റൂല എന്ന് പറഞ്ഞ് മുടക്കുന്ന രീതികൾ എല്ലാ കാലത്തും ഉണ്ടാവും. അത് ശൈഖ് പ്രത്യേകം ഇവിടെ എടുത്തു പറയാണ്. എന്നാൽ പ്രത്യേകിച്ചും അറിയേണ്ട കാര്യമാണ്, അന്നഹു ലാ യുശ്തറതു ലിമൻ യകൂന ദാഇയൻ ഇലല്ലാഹി അൻ യുലിമ്മ ബിജമീഇൽ അഹ്കാമി ശർഇയ്യ. അല്ലാഹുവിലേക്ക് ക്ഷണിക്കുന്ന ഒരാൾ ശർഇയ്യായ എല്ലാ നിയമങ്ങളും അറിയ ഷർത്തൊന്നുമില്ല. എല്ലാം പഠിച്ച് എല്ലാം തികഞ്ഞ് മഹാപണ്ഡിതനായിട്ട് ദഅ്വത്ത് നടത്താവൂ എന്നില്ല, അങ്ങനെ നിബന്ധന ഇല്ല. എന്നാൽ ഉണ്ടാവേണ്ടതാണ്, അയാള് ജനങ്ങളെ അറിയിക്കുന്ന എന്താണോ അതറിയണം. വലാകിന്നൽ വാജിബ അലൈഹി അൻ യകുന ആലിമൻ ബിമാ യദ്ഉ ഇലൈഹി. എന്താണോ ക്ഷണിക്കുന്നത് അത് അയാൾക്ക് അറിഞ്ഞിരിക്കണം. നമുക്കറിയാത്തൊരു കാര്യം വേറെ അറിയിച്ചു കൊടുക്കാൻ പറ്റുന്നല്ലോ. അപ്പൊ ഇങ്ങനെ ചെയ്തോ എന്ന് പറയുകയാണെങ്കിൽ
ആ പറയുന്ന കാര്യത്തെപ്പറ്റി ആ കൃത്യമായ ധാരണ ഉണ്ടാകണം. അല്ലാതെ ദീന് മൊത്തം പഠിച്ച് എല്ലാം തികഞ്ഞ് ഒരു വലിയ ആലിമായിട്ട് മാത്രമേ ദഅവത്ത് നടത്താൻ പറ്റുള്ളൂ എന്നില്ല. കാരണം നബി തങ്ങൾ പറഞ്ഞു, ബല്ലിഗു അന്നി വലൗ ആയ, ബല്ലിഗു അന്നി, നിങ്ങൾ എന്നിൽ നിന്ന് എത്തിച്ചു കൊടുക്കുക, വലൗ ആയത്തൻ, ഒരായത്താണെങ്കിലും ശരി. എന്നിൽ നിങ്ങൾക്ക് ലഭിച്ചത് ഒരു ആയത്താണ്, എന്നാലും ശരി അത് നിങ്ങൾ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക എന്ന് നബി തങ്ങൾ പറഞ്ഞ ഹദീസ് ഇമാം ബുഖാരി റഹിമഹുല്ല തന്റെ സ്വഹീഹിൽ റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അതുകൊണ്ട് തന്നെ ഒരു മുസ്ലിമിന് ഒരു ആയത്ത് പഠിഞ്ഞു, അതിന്റെ ആശയം പഠിഞ്ഞു, മുസ്ലിമു ആയത്തൻ, ഒരായത്ത് പഠിച്ചു, വഫഹിമ മഅനാഹ, അതിന് അർത്ഥം പഠിഞ്ഞു, അൻ ത്വരീഖിൽ ഉലമാഇ വൽ മുഫസ്സിരീൻ, ഇൽമുള്ള ആളുകളിൽ നിന്ന് മുഫസ്സിരീങ്ങളിൽ നിന്നൊക്കെ ഇതിന്റെ അർത്ഥമാക്കി ഗ്രഹിക്കാൻ കഴിഞ്ഞു. ഔ അറഫ ഹദീസൻ കദാലിക്, അല്ലെങ്കിൽ ഒരു ഹദീസ് പഠിച്ചു, ആ ഹദീസായി കൃത്യമായി ബോധ്യമുണ്ട്, അതിന്റെ ആശയം അതാണ് എന്നറിയാം, അതിന്റെ അർത്ഥം അങ്ങനെ തന്നെയാണ് എന്നറിയാം എങ്കിൽ അവന്റെ ബാധ്യത ബല്ലഗഹു ലിഗൈരിഹി മിനന്നാസ്, അത് മറ്റുള്ളവർക്ക് അവൻ എത്തിച്ചു കൊടുക്കട്ടെ. വലൗ ലം യകുൻ ആലിമൻ ബിഗൈരി ദാലികൽ ഹുക്മി അബിൽ ഹദീസ് അബിൽ ആയ, അയാൾക്ക് ആകെ ആ ആയത്തെ അറിയുള്ളൂ, അല്ലെങ്കിൽ ആകെ ആ ഹദീസെ അറിയുള്ളൂ, അല്ലെങ്കിൽ ആകെ ആ ഹുക്മ അറിയുള്ളൂ, എന്നാലും ശരി അത് അവൻ എത്തിച്ചു കൊടുക്കട്ടെ. അപ്പൊ ഒരു ഹദീസ് പഠിച്ചു, അതിന്റെ ആശയം പഠിഞ്ഞു, അത് അവൻ ജീവിതത്തെ അമലാക്കി മാറ്റി, എന്നാൽ അത് അവന് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാം. അല്ലാതെ ഇവനെ പഠിച്ചു, ഇവടെ പോയത്, ഏത് കോളേജിലെ പഠിച്ചു, അങ്ങനെ എവിടെ തട്ടാൻ പറ്റില്ല, അങ്ങനെ ഇല്ല. ഈ പറയുന്ന കാര്യം അയാൾ കൃത്യമായി അറിയണം എന്നേ ഉള്ളൂ. ഒരായത്താണെങ്കിൽ അത്, ഒരു ഹദീസാണെങ്കിൽ അത് എന്താണോ അയാൾക്കുള്ളത് അത് അയാൾ അറിയണം എന്ന് മാത്രമേ ഉള്ളൂ. എന്നിട്ട് അദ്ദേഹം എടുത്തു പറയാണ്, അല്ലാമ അബ്ദുറഹ്മാൻ ഇബ്നു ഖാസിം റഹിമഹുല്ലാ, അദ്ദേഹം കിതാബ് തൗഹീദിന്റെ ശറഹിൽ പറയുന്നു, വലാ ബുദ്ദ ലിദ്ദഅവതി ഇലല്ലാഹി മിൻ ശർത്തൈനി, അല്ലാഹുവിലേക്ക് ക്ഷണിക്കുമ്പോൾ രണ്ട് നിബന്ധന നിർബന്ധമാണ്. ഒന്ന്, അൻ തകൂന ഖാലിസതൻ ലിവജ്ഹില്ലാ, പടച്ച റബ്ബിന്റെ വജ്ഹ് മാത്രം ഉദ്ദേശിച്ചുകൊണ്ടാകണം ദഅവത്ത്. നമ്മൾ പറഞ്ഞാൽ കേൾക്കാൻ വേണ്ടിയല്ല, ഞാൻ പറഞ്ഞാൽ സ്വീകരിച്ചോളണം അതിനല്ല, നമ്മളെ കൂട്ടായ്മയ്ക്ക് ആള് വരണം, നമ്മളെ സംഘടന മെമ്പർഷിപ്പ് എടുക്കണം, അതല്ല, അതതിൻ്റെ അടുത്ത സ്റ്റെപ്പാണ്. അത് വേണമെങ്കിൽ എടുത്തോട്ടെ, വേണമെങ്കിൽ എടുക്കണ്ട. പക്ഷേ ലിവജ്ഹില്ല, അള്ളാഹുവിന് വേണ്ടി മാത്രമാകണം ദഅവത്ത്. രണ്ടാമത്, അൻ തകൂന വഫ്ഖ സുന്നത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്ത് പ്രകാരമായിരിക്കണം. നമുക്ക് തോന്നിയത് പോലെയല്ല, നമ്മൾ വിചാരിച്ച പോലെയല്ല, ഖുർആനും സുന്നത്തും യോജിക്കുന്ന രൂപത്തിലാകണം അവന്റെ ദഅവത്ത്. വഅൻ യകുന ദാഇ ആരിഫൻ ബിമാ യദ്ഉ ഇലൈഹി, അവൻ ക്ഷണിക്കുന്ന കാര്യത്തെപ്പറ്റി അറിവുണ്ടാവുകയും വേണം. എന്തിലേക്കാണോ ക്ഷണിക്കുന്നത് അതിലേക്ക് അവന് അറിവുണ്ടാവുകയും വേണം. ഇത് നിബന്ധനയാണ് എന്ന് മുഹമ്മദ് റഹിമയുടെ കിതാബ് തൗഹീദിന്റെ വ്യാഖ്യാന ഗ്രന്ഥത്തിൽ അല്ലാമ അബ്ദുറഹ്മാൻ ഇബ്നു ഖാസിം റഹിമഹുല്ലാ അദ്ദേഹം പഠിപ്പിച്ചൊരു കാര്യം കൂടി പ്രത്യേകമായി ഇവിടെ എടുത്തു പറയുകയാണ്. അതുകൊണ്ട് തന്നെ ദഅവത്ത് എന്നുള്ളത് നമ്മുടെ പ്രധാനപ്പെട്ട ഒരു ബാധ്യതയാകുന്നു. ആ ദഅവത്താകട്ടെ രണ്ട് നിലയ്ക്ക്, ഒന്ന് ഇഖ്ലാസോടായിരിക്കണം, രണ്ട് ഇത്തിബാഅ് പ്രകാരം ആയിരിക്കണം. ഒന്ന് ഇഖ്ലാസ്, അള്ളാഹ്ക്ക് വേണ്ടി മാത്രം. രണ്ട് ഇത്തിബാഅ്, അള്ളാഹും റസൂലും പഠിപ്പിച്ച രൂപത്തിൽ മാത്രം. അതാണ് ദഅവത്തിന്റെ അസ്ല്. അപ്പൊ നബി പഠിപ്പിക്കാത്തൊരു പുതിയ രീതി, നബി പഠിപ്പിക്കാത്ത പുതിയ എന്തെങ്കിലും ഒരു കണ്ടുപിടുത്തങ്ങൾ, അത് ദഅവ രംഗത്ത് ഉപയോഗിക്കാവതല്ല. ദഅവത്തിന് വ്യത്യസ്ത മാധ്യമം ഉപയോഗിക്കാം, അത് വേറെ. നമ്മൾ മൈക്ക് ഉപയോഗിക്കുന്നു, സ്റ്റേജ് ഉപയോഗിക്കുന്നു, അത് വേറെ, അതിന്റെ മാധ്യമ മീഡിയകളാണ്. അതല്ലാതെ ദഅവത്തിന് പുതിയ രൂപം ഭാവം ഉണ്ടാക്കിയിട്ട് അതേക്കാൾ നല്ല ഇങ്ങനെ നടത്തിയാലാണ്, കുറച്ചുകൂടി ഇങ്ങനെ ആയ തിരക്കിടില്ല എന്ന് പറഞ്ഞൊരു പുതിയ രൂപങ്ങൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുക എന്നുള്ളത് ശരിയല്ല. കാരണം വസാഇലു ദഅവ തൗഖീഫിയാണ് എന്ന തത്വപ്രകാരത്തിന് ദഅവത്തിന്റെ വസീലകൾ അത് തൗഖീഫിയാണ്, വഹയ് പ്രകാരം കിട്ടിയത് മാത്രമാണ് ഒരാൾ സ്വീകരിക്കേണ്ടത് എന്ന തത്വപ്രകാരമാണ് അദ്ദേഹം അക്കാര്യം അവിടെ പറയുന്നത്. എന്നാൽ അദ്ദേഹം ഉദാഹരണമായി പറഞ്ഞത് ദൈവത്തിന് വേണ്ടി ചിലപ്പോൾ സിനിമ ഉണ്ടാക്കുക, ദൈവത്തിന് വേണ്ടി അങ്ങനെ പുതിയ എന്തെങ്കിലും രൂപം ഉണ്ടാക്കിയിട്ട് ഇപ്പൊ ഇന്നത്തെ കാലത്ത് അതാണ് ദൈവത്തിന് നല്ലത്, ആൾക്കാർ പറഞ്ഞെടുത്താലും വിശ്വസിക്കൂല. അപ്പോൾ സിനിമയൊക്കെ ഉണ്ടാക്കിയാണ് അവതരിപ്പിച്ചാൽ പെട്ടെന്ന് ആളുകൾ സ്വീകരിച്ചോളും, അതൊന്നും ശരിയല്ല എന്ന് അദ്ദേഹം പ്രത്യേകം അവിടെ ഉദാഹരണ സഹിതം എടുത്തു പറയുന്നുണ്ട്. കിതാബും സുന്നത്തും അംഗീകരിക്കുന്ന രീതികൾ മാത്രമേ ദഅവത്തിൽ നമ്മൾ ഉപയോഗിക്കാവൂ. കിതാബിലോ സുന്നത്തിലോ ഇല്ലാത്ത
കിതാബും സുന്നത്തും അംഗീകരിക്കാത്ത ഏത് കാര്യമാണെങ്കിലും അത് ദഅവത്തിന് വേണ്ടി ആണെങ്കിലും ശരി അത് അംഗീകരിക്കാൻ കഴിയില്ല എന്നുകൂടി അദ്ദേഹം പ്രത്യേകമായി എടുത്തു പറയുന്നുണ്ട്. അപ്പൊ ഒന്നാമത്തെ അസ്ല് ശർഈയായ ഇൽമിന് പ്രാധാന്യം നൽകുക. 2, ആ ഇൽമ പ്രകാരം അമൽ ചെയ്യുക. 3 ബസീറത്തോടു കൂടിയാണ്, പ്രമാണമടിസ്ഥാനമാക്കിയാണ്, ശരിയായ അറിവിനടിസ്ഥാനത്തിലാണ് ദഅവത്ത് നടത്തേണ്ടത്. ഇത് 3ാമത്തെ ഒരു അസ്ലാകുന്നു എന്നാണ്. നിർത്തേ അല്ലേ? ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ക്ലാസ് ഷെഡ്യൂൾ നേരത്തെ ഇട്ടിട്ടുണ്ട്. ആ ഷെഡ്യൂൾ പ്രകാരം എന്നൊക്കെ ക്ലാസ് ഉണ്ടോ അന്നൊക്കെ ഉണ്ടാവും. എല്ലാ ദിവസവും ഈ ക്ലാസ് ഇല്ല. നമ്മൾ ഒരു 4-5 ദിവസത്തിന് വേണ്ടി നിശ്ചയിച്ചിട്ടുണ്ട്. ആ ദിവസങ്ങളിലായിട്ട് ഇൻഷാ അല്ലാഹ് നമുക്കിത് എടുത്ത് പൂർത്തിയാക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഇനി 4ാമത്തെ അസ്ലാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ അതെടുക്കാം. 11 ആയല്ലോ, കുറച്ചല്പം കിടക്കേണ്ടി വരും ചെയ്യും. അപ്പോൾ ആ നിലക്ക് നമുക്ക് ഉപയോഗപ്പെടുത്താം ഇൻഷാ അല്ലാഹ്. അല്ലാഹു തആല പറഞ്ഞതിലുപരി അമൽ ചെയ്യാനുള്ള തൗഫീഖ് നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. ബറക്കല്ലാഹു ഫീന ജമീഅ.